ജെ പാർട്ടികളെക്കുറിച്ചൊക്കെ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ നാട്ടിലിപ്പോൾ വളരെ സജീവമാണ്, സാധാരണവുമാണ്. കൊച്ചിയിലാണ് സാധാരണഗതിയിൽ കൂടുതലായി ഡി ജെ പാർട്ടികൾ നടക്കുന്നതായി നമ്മൾ കേട്ടിട്ടുള്ള. കൂടുതലായി എല്ലായിടത്തും ഉണ്ടെങ്കിലും കൂടുതലായി അവിടെ ഉണ്ട്. കാരണം സിനിമാക്കാരൊക്കെയും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവിടെയാണ് എന്നുള്ളതുകൊണ്ട് സിനിമാക്കാർ കൂടി പങ്കെടുക്കുന്ന ഡി ജെ പാർട്ടികളാണ് അവിടെ കൂടുതലായും നടക്കാറ്. കൃത്യമായി പോലീസ് സംരക്ഷണം ഉണ്ടാകുമെന്നും നിയന്ത്രണം ഉണ്ടാകുമെന്നും ഈ ഏത് ഹോട്ടലിലാണോ ഈ ഡി ജെ പാർട്ടി നടക്കുന്നത് അവരുടെ ഒരു നിരീക്ഷണം ഉണ്ടാകുമെന്നും ഒക്കെയാണ് കേട്ടിരിക്കുന്നത്. പക്ഷെ പലപ്പോഴായി ഈ ഡി ജെ പാർട്ടികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും ഒരു റിപ്പോർട്ട് ഇന്ന് വരുന്നത് എടശ്ശേരി മാൻഷൻ ബാറിൽ ഡി ജെ പാർട്ടിക്കിടെ ഒരു സംഘർഷം ഉണ്ടായി എന്നുള്ളതാണ്. അവിടെ യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് ഒരു യുവതി ആക്രമിച്ചിരിക്കുന്നു. യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിച്ചാണ് യുവാവിനെ ആക്രമിച്ചത്. സിനിമാ താരങ്ങളടക്കം ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിജീഷ്, കൊച്ചിയിൽ ഇത്തരം സംഭവങ്ങൾ ഒരുപക്ഷെ രാത്രി വൈകിയുള്ള ഇത്തരം ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ പതിവായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിരീക്ഷണങ്ങൾ പലതും പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ നടന്നിരിക്കുന്നത് ഒരു ഡി ജെ പാർട്ടിക്കിടെയാണ്. അവിടെ സിനിമാ താരങ്ങളടക്കം പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അതൊരു കൃത്യമായൊരു സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ എന്താണ് സംഭവിച്ചത്? അപമര്യാദയെ പെരുമാറിയെന്ന യുവതിയുടെ പരാതിയിൽ കഴമ്പുണ്ടോ? പിന്നീട് സംഭവിച്ചത് എന്താണ്? വീണ പറഞ്ഞതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ ഡി ജെ പാർട്ടികൾ നടക്കുമ്പോഴുള്ള സംഘർഷങ്ങൾ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. നിരവധി ഹോട്ടലുകളിൽ ഈ അടുത്ത കാലത്ത് തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ തന്നെയാണ് ഒരിക്കൽ സമാനമായ ഒരു സ്ഥിതിയുണ്ടായ വെടിവയ്പ്പെല്ലാം നടന്ന ഹോട്ടലാണ് ഈ ഇടശ്ശേരി മാൻഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഇടശ്ശേരി മാൻഷൻ ഹോട്ടൽ, അതിൻ്റെ മുന്നിലുള്ള മില്ലേനിയൽസ് എന്ന ഒരു ബാറിലെ ഡി ജെ പാർട്ടി നടക്കുന്ന സ്ഥലത്താണ് ഇന്നലെ ഒരു സംഘർഷമുണ്ടായത്. രാത്രി 10:30 ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. പറയുന്നത് യുവാവിനെ ബിയർ കുപ്പി പൊട്ടിച്ചു കുത്തുകയായിരുന്നു. അതിന് യുവതി പോലീസിന് നൽകിയിരിക്കുന്ന ഒരു മൊഴി എന്ന് പറയുന്നത് തന്നോട് മോശമായി പെരുമാറി, അപമര്യാദയായി പെരുമാറി, ശരീരത്തിൽ സ്പർശിക്കാൻ ശ്രമിച്ചു. ഈ ഒരു സമയത്താണ് താൻ പ്രതികരിച്ചത് എന്ന കാര്യമാണ് പറയുന്നത്. യുവാവിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാൾ ചികിത്സയിൽ തുടരുകയും ചെയ്യുകയാണ്. തൊടുപുഴ സ്വദേശിയാണ് യുവതി. 29 വയസ്സുകാരിയായ യുവതി ഉദയംപേരൂർ സ്വദേശിയാണ്. ഈ സമയത്ത് അവിടെ സിനിമാ താരങ്ങളും സീരിയൽ താരങ്ങളും പിന്നണി ഗായകരും എല്ലാം തന്നെ പങ്കെടുക്കുന്ന ഒരു ഡി ജെ പാർട്ടി നടക്കുകയായിരുന്നു. ആ ഡി ജെ പാർട്ടിക്കിടെയാണ് ഈ ഒരു സംഘർഷവും തർക്കങ്ങളും തന്നെ ഉണ്ടായത്. ഇതിനിടയിൽ പ്രമുഖരായ ആളുകൾ അല്ലെങ്കിൽ നാട്ടുകാർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ആളുകളെല്ലാം അവിടെ നിന്ന് വേഗത്തിൽ രക്ഷപ്പെട്ടു. നേരത്തെ സമാനമായി തന്നെ ഒരു വെടിവെയ്പ്പ് നടന്ന സംഭവം ഉണ്ടായിരുന്നു. മറ്റൊരു ബാറിൽ എത്തിയതിന് ശേഷം അവിടെ മദ്യം ലഭിക്കാത്തതോടെ, സമയം വൈകിയെന്ന് പറഞ്ഞ് മദ്യം ലഭിക്കാതായതോടെ ഇടശ്ശേരി മനുഷ്യനിലെത്തി അവിടെ മദ്യം ആവശ്യപ്പെട്ടു. അത് നൽകാൻ തയ്യാറാകാത്തതോടുകൂടി വലിയ സംഘർഷത്തിലേക്ക്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ എത്തിയ യുവാക്കൾ, 4 പേരിലടങ്ങുന്ന സംഘം, അതിനുശേഷം അവർ വെടിവെയ്പ്പ് നടത്തുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും എല്ലാം ചെയ്തു. ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഇപ്പോൾ മറ്റൊരു സംഭവം കൂടി ഇതേ ബാർ ഹോട്ടൽ കേന്ദ്രീകരിച്ച് തന്നെ നടക്കുകയും ചെയ്തിരിക്കുന്നത്. പോലീസ് നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. യുവതിയുടെ മൊഴി പരിശോധിച്ച് വരികയാണ് എന്ന കാര്യമാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ വലിയ പോലീസ് സംഘം സ്ഥലത്തെത്തിയാണ് യുവതിയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. അതിനുശേഷം ബാറിൻ്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി തന്നെ നിർത്തിവെക്കാനുള്ള, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് വിശദമായ ഒരു അന്വേഷണത്തിലേക്കെല്ലാം തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു കൂടിയുള്ള ഒരു പരിശോധനകൾ ഈ ഒരു ഘട്ടത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ യുവതിയുടെ മൊഴി അനുസരിച്ചാണെങ്കിൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു നടപടിയിലേക്കായിരിക്കും പോലീസ് കടക്കുക. അപമര്യാദയായി പെരുമാറി എന്നതടക്കം മോശമായി പെരുമാറിയത് കൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന കാര്യമാണ് യുവതി മൊഴിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത് വൈകുകയും ചെയ്യുന്നത്. വിശദമായ മൊഴിയെടുത്ത ശേഷം തുടർ നടപടിയിലേക്ക് കടക്കുക എന്നത് തന്നെയാണ്. സമാനമായ നിരവധി സംഭവങ്ങൾ കൊച്ചിയിലെയും കുണ്ടന്നൂരിലെയും എല്ലാം തന്നെ ഹോട്ടലിൽ നേരത്തെ സമാനമായ വെടിവയ്പ്പ് നടന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ബാറിൽ മദ്യപിച്ചിരുന്ന ആളുകൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുകയും അത് വലിയ സംഘർഷത്തിലേക്കും കത്തിക്കുത്തിലേക്കും എല്ലാം തന്നെ പോകുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം രാത്രി 11 മണിക്ക് ശേഷം ബാറുകൾ പ്രവർത്തിക്കുന്നതിനും ആളുകൾക്ക് മദ്യം വിളമ്പുന്നതിനും എല്ലാം തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ആ നിയന്ത്രണങ്ങൾക്ക് ശേഷവും ഈ സംഘർഷങ്ങൾക്ക് അവസാനമില്ല, അല്ലെങ്കിൽ ഡി ജെ പാർട്ടികൾ കേന്ദ്രീകരിച്ചുള്ള പ്രശ്നങ്ങൾക്ക് അവസാനമില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. നേരത്തെയും ഡി ജെ പാർട്ടികൾ കേന്ദ്രീകരിച്ച് ലഹരി വിതരണമായിരുന്നു പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഡി ജെ പാർട്ടികളെ
സ്ഥലങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്ന സംഘങ്ങളും അത് വിൽപ്പന നടത്തുന്ന സംഘങ്ങളും സജീവമായിരുന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നത് എങ്കിൽ ലഹരി പാർട്ടികൾക്കിടയിൽ ഇത്തരം പരസ്പരമുള്ള സംഘർഷങ്ങളും തർക്കങ്ങളും ആക്രമണങ്ങളും എല്ലാം തന്നെ പതിവാകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നു. അധികം വൈകാതെ, രാത്രി ഒരുപാട് വൈകാതെയാണ് ഈ ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ബാറ് അടക്കുന്നതിൻ്റെ സമയത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ഡാൻസ് നൃത്തച്ചുവടുകൾ വയ്ക്കുന്നതിനിടയിൽ യുവാവ് യുവതിയോട് അപമര്യാദയായി പെരുമാറുന്നു. അതിന് ശേഷം ഒരു പ്രതികരണം എന്ന നിലയിൽ യുവതി ശക്തമായി തന്നെ പ്രതികരിക്കുന്നു എന്ന രീതിയിലാണ് അവർ നൽകിയിരിക്കുന്ന മൊഴി. മാത്രമല്ല ബൗൺസർമാരടക്കം ഇതിൻ്റെ പുറത്തും അകത്തുമെല്ലാമായി തന്നെ ഉണ്ടായിരുന്നു. വലിയ ഒരു DJ പാർട്ടി തന്നെയാണ്, പ്രത്യേകമായ ഒരു സംഗീത നിശ തന്നെയായിരുന്നു അവിടെ സംഘടിപ്പിക്കുകയും ചെയ്തത്. അതിൽ സിനിമാ താരങ്ങൾ, സീരിയൽ താരങ്ങൾ, പിന്നണി ഗായകർ, അങ്ങനെ പ്രമുഖരായ ആളുകൾ, അറിയപ്പെടുന്ന നിരവധി ആളുകൾ അതിൽ പങ്കാളികളാവുകയും ചെയ്തു. ഈ DJ പാർട്ടി പോലെയുള്ള പാർട്ടികൾ നടക്കുമ്പോൾ അതൊന്നും നിയമവിരുദ്ധമല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രശസ്തരും പ്രമുഖരുമായ ആളുകളൊക്കെ ഇത്തരം DJ പാർട്ടികളിൽ പങ്കെടുക്കുന്നത് സ്വാഭാവികവുമാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതെല്ലാവരുടെയും പേരിലേക്ക് വരുന്നതും ഒരു സങ്കടകരമായ ഒരു അവസ്ഥയായി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ കേസുകളുടെ അവസ്ഥ എന്തുകൊണ്ടാണ് ഇങ്ങനെയായി മാറുന്നത് എന്നുള്ളത് ഇതുമായി ചേർത്ത് വായിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുമായി ഇത്തരം DJ പാർട്ടികളിൽ ഉണ്ടാകുന്ന പല കേസുകളും പിന്നീട് തേഞ്ഞുമാഞ്ഞു പോകുന്നതായി കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത്തരം നടപടികൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ DJ പാർട്ടികളിൽ സ്ഥിരമായി ലഹരി മരുന്ന് ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കൃത്യമായ നിരീക്ഷണമൊക്കെ ഈ DJ പാർട്ടികൾക്ക് മുമ്പുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടോ? ദിവസവും ഉണ്ടോ ഇതെല്ലാം? വീണ, ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ അത് പൂർണ്ണമായും തന്നെ നിലച്ചു എന്ന് തന്നെ പറയാം. നമുക്ക് അറിയാവുന്നതുപോലെ നേരത്തെ മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ട ആ സമയത്തായിരുന്നു ഇതിനു മുമ്പ് നൈറ്റ് പാർട്ടികൾ വലിയ തോതിൽ ചർച്ചയായത്. ഇത്തരത്തിൽ നിശാ പാർട്ടികളിൽ, DJ പാർട്ടികളിൽ പങ്കെടുത്ത് മടങ്ങിയ ആളുകൾ അവർ പിന്തുടർന്നതിനെ തുടർന്ന് ഉണ്ടായ ഒരു അപകടമാണ് ദേശീയ പാതയിൽ, കുണ്ടന്നൂർ പാലാരിവട്ടം ദേശീയ പാതയിൽ നടന്ന അപകടത്തിലായിരുന്നു മോഡലുകൾ കൊല്ലപ്പെട്ടത്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ പുറത്തു വന്നു. ആ DJ പാർട്ടികളിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ചില ആളുകൾ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ അതിലൊന്നും അന്വേഷണം പിന്നീട് കൃത്യമായി മുന്നോട്ട് പോയിരുന്നില്ല ഇത്തരം DJ പാർട്ടികളിലേക്ക്. ഒപ്പം തന്നെയാണ് ലഹരി ഇടപാടുകൾ, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി മേഖലകളിലെല്ലാം തന്നെ ലഹരി സംഘങ്ങൾ DJ പാർട്ടികൾക്ക് ലഹരി എത്തിക്കുന്നു. ആ ലഹരി എത്തിച്ചതിന് ശേഷം അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി, കൊച്ചിയിൽ എത്തിക്കുന്നതിന് വേണ്ടി, അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി, DJ പാർട്ടികൾക്ക് കൈമാറുന്നതിന് വേണ്ടി എല്ലാം തന്നെ പ്രത്യേക സംഘങ്ങൾ തന്നെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ വിവരങ്ങൾ ലഭിച്ചു. ഈ ഒരു ഘട്ടങ്ങളിൽ കൃത്യമായ പരിശോധന പോലീസിൻ്റെയോ എക്സൈസിൻ്റെയോ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ അത് മദ്യവിതരണം സമയം കഴിഞ്ഞും വിതരണം ചെയ്യുന്നു, ലഹരി ഇടപാടുകൾ ഉണ്ടാകുന്നുണ്ട്, മറ്റ് മാരക ലഹരികളുടെ ഇടപാടുകൾ നടക്കുന്നു എന്നെല്ലാമുള്ള വിവരങ്ങൾ, സൂചനകൾ ലഭിക്കുമ്പോൾ പോലും കൃത്യമായ പരിശോധനകൾ നടക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം ഈ ഹോട്ടലിലടക്കം, ഇടശ്ശേരി മനുഷ്യനിലടക്കം തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചിരുന്നു. ആ ഘട്ടങ്ങളിൽ പോലീസ് ചില കേസുകൾ എടുക്കുന്നു, അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുന്നു എന്നതിനപ്പുറം വിശദമായ ഒരു അന്വേഷണമോ തുടർച്ചയായ ഒരു നിരീക്ഷണമോ പട്രോളിങ്ങോ ഈ ഭാഗങ്ങളിൽ കൃത്യമായി തന്നെ നടത്താറില്ല. അതുകൊണ്ട് തന്നെയാണ് ആവർത്തിച്ച് ഈ മദ്യപ സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നത്, അവർ കത്തിക്കുത്തിലേക്കും ആക്രമണങ്ങളിലേക്കും എല്ലാം തന്നെ കടക്കുന്നത്. അത് സാധാരണ നിലയിൽ മദ്യ വിൽപ്പനശാലകൾക്ക് മുന്നിലാണെങ്കിലും ഇത്തരത്തിൽ ബാറുകൾക്ക് മുന്നിലാണെങ്കിലും എല്ലാം തന്നെ സ്ഥിരമായുള്ള ഒരു സംഭവങ്ങളും കാഴ്ചകളും തന്നെയാണ്. അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് പലപ്പോഴും ചില ഘട്ടങ്ങളിൽ അത് കൊലപാതക ശ്രമങ്ങളിലേക്കോ പോലും എത്തുന്നു എന്നതാണ് അതീവ ഗുരുതരമായ, ഏറ്റവും ഗൗരവകരമായ ഒരു കാര്യമെന്ന് പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം നടപടികൾ, അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി പോലീസ് സ്വീകരിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. പോലീസ് വ്യക്തമാക്കുന്നത് യുവതിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. മറ്റ് ആർക്കെങ്കിലും ഈ ഒരു കേസുമായി പങ്കാളിത്തമുണ്ട് എങ്കിൽ, ഈ ഒരു സംഘർഷത്തിൽ മറ്റാർക്കെങ്കിലും പങ്കാളിത്തമുണ്ട് എങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്യുമെന്നെല്ലാം തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഓക്കെ, ശരി ജിജീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. നമുക്ക് നോക്കാം ഈ കേസ് ഇനി എങ്ങനെയാകും എന്നുള്ളത്.